ഇപ്പോൾ കടൽ മണൽ ഖനനത്തിനെതിരെ തോട്ടപ്പള്ളിയിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സമരസംഗമമൊക്കെ തുടങ്ങി അവർ ആഴക്കടലിലേക്കുള്ള പ്രതിഷേധ യാത്രയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ കള്ളക്കളിയൊക്കെ അവസാനിപ്പിച്ച് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യണം എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നേരത്തെ സംസാരിച്ചത്. അപ്പോൾ ഒരു പഠനവും നടത്താതെയാണ് ഈ കടൽ മണൽ ഖനനം എന്നും KC വേണുഗോപാൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ലഭ്യമാണ്, വാക്കുകളിലേക്ക്. ഈ കാര്യത്തിലുള്ള കള്ളക്കളി അവസാനിപ്പിക്കണം. ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രമേയം പാസ്സാക്കി, നല്ല കാര്യം. ഈ നിയമം പാസ്സാക്കിയിട്ട് 2 കൊല്ലം കഴിഞ്ഞു. ഈ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ കൊല്ലത്ത് വെച്ച് നമ്മൾ ഈ ശക്തമായിട്ട് ഇത് ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രമേയം പാസ്സാക്കി വീട്ടിലിരിക്കുകയല്ല സംസ്ഥാന ഗവൺമെന്റ് വേണ്ടത്. ഞങ്ങളെല്ലാം കൂടെ വരാം, കേന്ദ്രത്തിന്റെ അടുത്ത് പോയി ശക്തമായി സമരം ചെയ്ത് ഇത് അവസാനിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കണം. ഇത്രയും വലിയ തീരമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അടിയന്തരമായി പാരിസ്ഥിതികാഘാത പഠനം നടത്തിയിട്ട് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അറിയിക്കണം. 2 ദിവസം എനിക്ക് തോന്നുന്നു ഫെബ്രുവരി അവസാനത്തോടെ അവിടെ മറ്റേ ഒരു തീരദേശ സംരക്ഷണ ഹർത്താലൊക്കെ നടന്നതേ ഉള്ളൂ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യാത്രയുമൊക്കെ നടക്കുന്നത്. ദേവൻ MP ഉണ്ട് ആലപ്പുഴയിൽ നിന്ന്. ദേവൻ, ഈ സംഘം യാത്ര തിരിച്ചതൊക്കെ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. സംഘം മടങ്ങിയെത്തിയോ? നിലവിലെ പ്രതിഷേധം ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത് അവിടെ? KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കരയിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിലെ ആഴക്കടലിലാണ് ആ ഒരു പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറോളം തന്നെ ഈ ആഴക്കടലിൽ തന്നെ നിന്നുകൊണ്ടായിരിക്കും ആ ഒരു പ്രതിഷേധം. അതുകൊണ്ട് തന്നെ ഒരു ആഴക്കടൽ സമര സംഗമം എന്ന് തന്നെയാണ് അവർ സമരത്തെ അവർ വിശേഷിപ്പിച്ചിരുന്നത്. ഏകദേശം 1 മണിക്കൂർ മുൻപാണ് കടലിലേക്ക് യാത്രിച്ചത്. ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം ഈ കൊല്ലം പരപ്പ് എന്ന് പറയുന്നതാണ് ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മത്സ്യ സമ്പത്ത് നമ്മുടെ ഈ കേരളത്തിന്റെ തീരത്ത് ഏറ്റവും അധികമായി ലഭിക്കുന്നത്. ആ ഒരു മേഖലയിൽ ഇപ്പോൾ ഈ 2023 കേന്ദ്ര സർക്കാർ ഈ നിയമം പാസ്സാക്കി. അതിന്റെ ഭേദഗതികൾ പാർലമെന്റിലും ഒപ്പം തന്നെ രാജ്യസഭയിലും എല്ലാം അവതരിപ്പിച്ചു. അതിന്റെ ടെൻഡർ നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ ശക്തമായ ഒരു സമരത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നത്. ഇത്തരമൊക്കെ പ്രതിഷേധം കഴിഞ്ഞ 26-ാം തീയതി തീരദേശ ഹർത്താൽ അടക്കം ഈ വിവിധ മത്സ്യത്തൊഴിലാളികളുടെ ട്രേഡ് യൂണിയൻ സംഘടനയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ അവർ തീരദേശ ഹർത്താലൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഈ ഒരു നിയമത്തിൽ നിന്ന് അല്ലെങ്കിൽ നിയമം നടപ്പാക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ ഇപ്പോഴും പിന്നോട്ട് നീങ്ങുന്നില്ല എന്നുള്ളത് ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക ഉണർത്തുന്ന വലിയൊരു സംഭവമാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ചും കൊല്ലം പരപ്പിലാണ് ഇപ്പോൾ ടെൻഡർ നടപടികൾ ആദ്യഘട്ടത്തിൽ നടന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്ത് ഈ കടൽ മണൽ ഖനനം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കടലിന്റെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കാനും മത്സ്യസമ്പത്ത് സംഗമം അവിടെ പ്രതിഷേധം നടക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ആഴ്ചകളിലുമൊക്കെ അവിടെ തീരദേശ ഹർത്താൽ അടക്കമൊക്കെ നടത്തിയതാണ്. എന്നിട്ടും ആ പ്രതിഷേധമൊന്നും ആരും കണ്ടില്ല, ഫലം കണ്ടില്ല. വീണ്ടും പ്രതിഷേധ പരമ്പരകളുമായി MP-യുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറക്കട്ടെ. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാണ്, അവരുടെ വയറ്റത്തടിക്കുന്ന നിലപാടാണ്. അതിൽ നിന്നും പിന്മാറാൻ എത്രയും വേഗം തയ്യാറാകും. ഈ പ്രതിഷേധങ്ങൾക്ക് ഫലം കാണും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.